പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ദീർഘകാലമായി യു ഡി എഫിന് പ്രതിപക്ഷ സ്ഥാനമുള്ളപ്പോഴൊക്കെ പല ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കൾ ആ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കെ പി സി സി പ്രസിഡൻ്റായിട്ടും പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അവസാന കാലത്ത് തെന്നല ബാലകൃഷ്ണപിള്ള ഇരുന്നു, എം എം ഹസൻ ഇരുന്നു, അതിനുമുമ്പ് വയലാർ രവി ഇരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് എം എം ഹസനു ശേഷം പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്നു, വി എം സുധീരൻ ഇരുന്നു. അങ്ങനെ ഒരുപാട് പേര് കെ പി സി പ്രസിഡന്റുമാരായിട്ടിരുന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ദീർഘകാലം ഇരുന്നു. പ്രതിപക്ഷ നേതാക്കന്മാരായി പലരും ഇരുന്നിട്ടുണ്ട്. പിന്നെ എ കെ ആൻ്റണി ഇരുന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പലരും പ്രതിപക്ഷ നേതാക്കളായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ആ കെ പി സി സി പ്രസിഡന്റ്, അത്തരത്തിലുള്ള ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ സ്ഥാനത്തിനൊരു വിലയുണ്ടായിരുന്നു. ആ സ്ഥാനത്തെക്കുറിച്ച് ജനങ്ങൾക്കൊരു മതിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വി എം സുധീരനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാമായിരുന്നുവെങ്കിലും സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു അവർക്ക്. അതിനുമുള്ള തെന്നല ബാലകൃഷ്ണ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരൊക്കെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ട ആളുകളായിരുന്നു. പ്രതിപക്ഷ നേതാക്കളായിരുന്നവരും ബഹുമാനിക്കപ്പെട്ട നേതാക്കന്മാരായിരുന്നു. എന്നാൽ ഇന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയേറെ പരിഹസിക്കപ്പെടുന്ന, ഇത്രയേറെ അപകീർത്തിപ്പെടുത്തപ്പെടുന്ന, ഇത്രയേറെ പുച്ഛിക്കപ്പെടുന്ന ഒരു നേതൃത്വം കെ പി സി സിയിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ 2.5 വർഷങ്ങൾക്ക് മുമ്പ് കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരനെ വന്നു. കെ സുധാകരൻ വന്നപ്പോഴത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺസെറിമോണിയസായി ഇറക്കി വിടുകയായിരുന്നു. അങ്ങനെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ വന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശൻ മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടു. 20 കോൺഗ്രസ് എം എൽ എമാരിൽ 16 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നുവെങ്കിലും മുകളിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാൽ എന്ന പുത്തൻ കൂറ്റുകാരനും കൂടെ ചേർന്ന് വി ഡി സതീശൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ കെട്ടിയിറക്കി. കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ വന്നപ്പോൾ എന്തൊരു ആഹ്ലാദമായിരുന്നു, എന്തൊരു ആഹ്ലാദ തിമിർപ്പായിരുന്നു. കേരളത്തിലെ കെ പി സി സിയുടെ, കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൻ്റെ രൂപവും ഭാവവും ഇതാ മാറാൻ പോകുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ഊർജ്ജസ്വലനായ കെ പി സി സി പ്രസിഡൻറ്റ് കെ പി സി സിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. ഇതല്ലേ നമ്മളന്ന് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ വി ഡി സതീശൻ വന്നപ്പോഴെന്താ പറഞ്ഞത്? ചുറുചുറുക്കുള്ള പണ്ഡിതനായ ബുദ്ധിജീവിയായ ഒരു പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അതാ പുതിയ ഒരു കെ പി സി സി പ്രസിഡൻറ്റും പുതിയൊരു പ്രതിപക്ഷ നേതാവും വരുന്നു. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനയുടെയും പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ രൂപവും ഭാവവും ഇതാ മാറാൻ പോകുന്നു, ഇരുട്ടി വെളുക്കുമ്പോൾ മാറാൻ പോകുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണെന്നുണ്ടായിരുന്നത്, എന്നുള്ള പ്രചരണങ്ങളാണെന്ന് നടന്നത്. അതിനെ തുടർന്നവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞു, കോൺഗ്രസിൻ്റെ പുനഃസംഘടന തീരാൻ ഏറിയാൽ 6 മാസം എന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് കോൺഗ്രസിൻ്റെ പുനഃസംഘടന പൂർണ്ണമാകും. കോൺഗ്രസിൽ പുതിയ നേതൃത്വം വരും. അത് ചടുലമായിരിക്കും, സക്രിയമായിരിക്കും. അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതായിരിക്കില്ല, ഗ്രൂപ്പ് മാനേജർമാരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരിക്കില്ല. ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് സുധാകരനും പിന്നെ വി ഡി സതീശനും കൂടി തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, അവരിപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ആ 2.5 വർഷം കഴിഞ്ഞ് ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലാവുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലാവുന്നത് എന്താ? ആലപ്പുഴയിൽ ഒരു പത്രസമ്മേളന വേദിയിൽ വെച്ച് മൈക്ക് ഓണായിരിക്കെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റ് പത്രസമ്മേളനത്തിൽ വരാൻ താമസിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു അശ്ലീല പദം ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മളെല്ലാവരും കേട്ടില്ലേ? കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡൻറ്റ്, കണ്ണൂർ എം പി, അദ്ദേഹം
മൈക്കുകളെല്ലാം ഓണായിരിക്കുമ്പോൾ ആലപ്പുഴ DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോട് സതീശനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടൊരു അശ്ലീല പദം ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്ര നാണം കെട്ട, എത്ര ലജ്ജാകരമായിട്ടുള്ള ഒരവസ്ഥയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അയാളുടെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാൾ എവിടെയാണ് ഡാഷ് എവിടെ, അത് പറഞ്ഞ് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് ഇയാളുടെ ഒരു അവസ്ഥ, ഇയാളുടെ ഒരു നിലവാരം. പരസ്യമായി തന്നെ അശ്ലീല പദം ഉപയോഗിക്കുകയാണ് അയാൾ. കാരണം അയാൾക്ക് ഏതാണ്ട് ബോധമില്ലാത്ത അവസ്ഥയിലാണെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അയാൾ കുറച്ചു കാലം മുമ്പ് നമുക്ക് ഓർമ്മയില്ലേ, KG ജോർജ് എന്ന് പറഞ്ഞ വിഖ്യാതനായിട്ടുള്ള സിനിമാ സംവിധായകൻ മരിച്ചപ്പോൾ, അത് PC ജോർജ് മരിച്ചതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്, വളരെ നല്ല സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്നു എന്ന് പറഞ്ഞയാളാണ് പരസ്യമായി. അതിനു മുമ്പ് എത്രയോ തവണ പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ അയാൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അയാൾ എന്നിട്ട് ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വന്നു. അമേരിക്കയിൽ തന്നെ ചെന്നിട്ട് എത്രയോ മീറ്റർ നീളമുള്ള ഒരു വലിയ വിദേശ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇപ്പോഴും CPM-കാർ അയാളെ ഇട്ട് ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്കൊരു അസുഖവുമില്ല. അയാളുടെ ഒരു അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അസുഖമുണ്ടെന്ന് പറഞ്ഞ കേരളത്തിലെ ഡോക്ടർമാരെ എല്ലാം അയാൾ പച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് യാതൊരു അസുഖവുമില്ല, ഞാൻ വളരെ ഫിസിക്കലി ഫിറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹത്തെ ചികിത്സിച്ച പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ ആശുപത്രികളുമൊക്കെ അയാൾ തള്ളിപ്പറഞ്ഞു. പക്ഷേ അവരുടെ മാന്യത കൊണ്ട് അവർ പരസ്യമായി പുറത്തേക്ക് വന്ന് ഇയാളെ തള്ളി പറഞ്ഞില്ല. കാരണം അവർക്കൊരു മാന്യതയുണ്ടല്ലോ, ഇയാൾക്കത് ഇല്ലെങ്കിലും. പക്ഷേ അയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പത്രസമ്മേളനത്തിൽ അയാളൊരു അശ്ലീല പദം ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ വളരെ മയത്തിൽ അയാളോട് പറയുന്നുണ്ട് ഇങ്ങനെ മൈക്ക് ഓണാണെന്ന് പറയുമ്പോൾ ഒരു പൊട്ടനെ പോലെയാണ് അയാൾ ഇരിക്കുന്നത് അവിടെ. ഞാനിപ്പോൾ കണ്ടു. കാരണം അയാൾക്ക് ബോധമില്ല. അയാളാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്, അയാളൊരു MP-യും കൂടിയാണ്. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് കാണും. എന്താ അയാൾ നേരത്തെ 2-3 ആഴ്ച മുമ്പ് പോലെ പറയുന്നത് ഞാൻ മത്സരിക്കാനില്ല എന്നാണ്. പക്ഷേ അയാൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞെന്താണെന്നറിയോ? പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പൊട്ടത്തരം പറയുന്ന ബോധ നിലവാരം കുറഞ്ഞ ഒരാളാണ് KPCC പ്രസിഡന്റ്. എന്ത് ചെയ്യാൻ പറ്റും കോൺഗ്രസിൻ്റെ അവസ്ഥ? പിണറായി വിജയൻ്റെ ഭാഗ്യം എന്ന് നമ്മൾ കരുതുക. അത് KPCC പ്രസിഡന്റ്. ഇനി പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോഴോ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ വീണ്ടും പറയാതെ നിവൃത്തിയില്ല. KPCC പ്രതിപക്ഷ നേതാവ് കെട്ടിയിറക്കപ്പെട്ട ആളാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, കെട്ടിയിറക്കപ്പെട്ട ആളാണ്. 3-4 തവണ MLA ആയിരുന്നു. അവിടുന്ന് പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നതാണ്. അല്ലാതെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു നേതാവൊന്നുമല്ല. ഒരു പ്രാസംഗികനാണ്, സ്വയം ബുദ്ധിജീവിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ. അദ്ദേഹം 3-4 തവണ പറവൂരിൽ നിന്ന് ജയിച്ചു. അവസാനം അയാൾക്കുള്ള സ്വാധീനവും KC വേണുഗോപാലിൻ്റെ ഒത്താശയൊക്കെ ആയതോടുകൂടി അയാളെ 2.5 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവാക്കി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? കഴിഞ്ഞ 2.5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എന്താ? ഒരുപാട് തവണ പറഞ്ഞതാണെങ്കിലും പുതിയ സാഹചര്യത്തിലും അതിനെക്കുറിച്ച് വിശദീകരിക്കാതിരിക്കാൻ വയ്യ. കേരളത്തിൽ ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. 2016, 2021 പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. 2006, 2011 പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ കാലങ്ങളിലൊക്കെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടതാണ്, അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അന്ന് ഒരുപാട് സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 2016, 2021 കാലത്ത് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം നമുക്ക് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? എത്രയെത്ര വിഷയങ്ങളിൽ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാനെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞു. സ്പ്രിംഗ്ലർ മുതൽ എത്രയെത്ര വിഷയങ്ങൾ, ബ്രൂവരിയുടെ വിഷയം, മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, പമ്പ മണൽക്കടത്ത്, അങ്ങനെ എത്രയെത്ര വിഷയങ്ങളിൽ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കഴിഞ്ഞു. എത്രയെത്ര തീരുമാനങ്ങൾ U-ടേൺ അടിക്കേണ്ടി വന്നു പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് ആയി രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നപ്പോൾ. എത്രയോ വിഷയങ്ങളിൽ കോടതികളിലേക്ക് പോയി. ഇപ്പോഴും പലതും കോടതികളിൽ തുടരുകയാണ്. എന്നാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എന്താ സംഭവിച്ചത്?
ഈ 2.5 വർഷക്കാലത്തിനിടയിൽ 2 ഡസനെങ്കിലും വിഷയങ്ങൾ കോടതിയിലേക്ക് എടുക്കാവുന്നതുണ്ടായിരുന്നുവെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ കോടതിയിലേക്ക് പോകാൻ ഇയാൾക്ക് കഴിഞ്ഞോ? ആകെപ്പാടെ ക്യാമറയുടെ കാര്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവായി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതോ ഒരു കേസിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ടുണ്ട്. അതല്ലാതെ എത്രയെത്ര വിഷയങ്ങൾ വന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഓരോ തവണ മുറിയിലേക്ക് ചെല്ലുമ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഈ വിഷയം നമുക്ക് കോടതിയിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുമായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് 2.5 വർഷക്കാലം ഇയാൾ ഇരുന്നിട്ട് കോടതിയിലേക്ക് എടുക്കാനുള്ള ഏതാണ്ട് 2 ഡസൻ വിഷയങ്ങൾ വന്നിട്ട് അതിലേതാണ്ട് 1.5 വിഷയമാണ് ഇയാൾ കോടതിയിലേക്ക് എടുത്തത്. മുട്ടിൽ മരമുറി നടന്നപ്പോൾ അവിടെ അദ്ദേഹം സന്ദർശിച്ചു. എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിദഗ്ധ സമിതിയെ വെച്ചിട്ടുണ്ട്, അവരുടെ അന്വേഷണം കഴിഞ്ഞാൽ ഉടനടി കോടതിയിലേക്ക് പോകുന്നു പറഞ്ഞു. പോയോ? ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് എവിടെ പോയി? ചവറ്റോട്ടെ പോയി. കോടതിയിൽ പോയോ? ഒരു കാര്യത്തിനും കോടതിയിൽ പോയില്ല. ഇപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? 2001, 2006 കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അധികാരത്തിൽ കയറി ആൻ്റണി മുഖ്യമന്ത്രിയായി ഏതാണ്ട് 7-8 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആൻ്റണി രാജിവെക്കണമെന്നുള്ള ആവശ്യം ആദ്യമായി അച്യുതാനന്ദൻ ഉന്നയിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് ഇത്രയും പുഴുത്തു നാറി ചീഞ്ഞളിഞ്ഞിട്ടും ആ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്താനുള്ള ആർജവം, ഇച്ഛാശക്തി ഈ പ്രതിപക്ഷ നേതാവിനുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോഴും LDFനാണ് ഭൂരിപക്ഷം. ഞാൻ ചോദിക്കുന്നത്, നാണമുണ്ടോ ഈ VD സതീശന്? എതിരില്ല ഇവിടെ. കോൺഗ്രസ് പറഞ്ഞ സംവിധാനം ഇല്ല ഇവിടെ. നാട്ടിൽ താഴെത്തട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ല. പുനഃസംഘടന ഇപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോഴും തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കോൺഗ്രസ്സുകാർ പ്രസ്താവന ഇറക്കുന്നത് കോൺഗ്രസിനെതിരായിട്ടാണ്. ഇപ്പോഴും ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ഭരണകൂടം ജീർണിക്കുമ്പോൾ ഭരണകൂടത്തിൽ നിന്ന് പ്രതിപക്ഷത്തിലേക്കാണ് നേതാക്കന്മാർ പോകുന്നതെങ്കിൽ ഇവിടെ ഭരണകൂടം ജീർണിച്ചിട്ടും കോൺഗ്രസിൽ നിന്ന് CPMലേക്കാണ് സുഹൃത്തുക്കളെ നേതാക്കന്മാർ പോകുന്നത്. എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ പുഴുത്ത് ചീഞ്ഞ് നാറിയ പുഴുവരിക്കുന്ന CPMലേക്ക് കോൺഗ്രസിൻ്റെ മുൻ പത്തനംതിട്ട പ്രസിഡന്റ് ബാബു ജോർജ് അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ട്? ഈ നാറിയ CPMലേക്ക്. പെരിങ്ങമ്പലം പഞ്ചായത്തിലെ പ്രസിഡന്റും 2 മെമ്പർമാരും CPMലേക്ക് പോവുകയാണ്. അല്ലാതെ പുഴുത്ത് ചീഞ്ഞ് നാറിയ CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് വരികയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സമരം 5000 പേരെ വെച്ച് നടത്താൻ ഈ സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ 2.5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം KM റാവുവിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു, അയാൾ മിണ്ടിയിട്ടുണ്ടോ? അപ്പോൾ കോടതിയിൽ പോകാനില്ലാത്ത കഴിയാത്ത, ഈ ഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയാത്ത, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പോലും പറയാൻ കഴിയാത്ത, ഇപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMനോട് ഏറ്റുമുട്ടി ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാധനമായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുകയല്ലേ? ഒരു പുഴുത്ത സാധനമായി കോൺഗ്രസ് മാറിയിരിക്കുകയല്ലേ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ VD സതീശനെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ശ്രീമാൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഒരു അനുഭവം എന്നോട് പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്, അദ്ദേഹം VD സതീശനെതിരെ എന്തോ പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് എന്തോ ഒരു FIR ഇട്ടപ്പോൾ ഈ VD സതീശൻ അനുകൂലമായി ഗവൺമെൻറ്റിനെ അടിക്കാനുള്ള എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ 1 അല്ല 2 അല്ല 4 അല്ല 8 അല്ല 10 അല്ല 16 തവണ VD സതീശനെ വിളിച്ചു എന്നാണ് ജോമോൻ പുത്തമ്പുരയ്ക്കലിനോട് പറഞ്ഞത്. ഈ 16 തവണ വിളിച്ചിട്ടും ഒരു തവണ പോലും ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കാത്ത ആളാണ് ഈ VD സതീശൻ എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ അഹങ്കാരിയാണെങ്കിൽ ഇയാൾ 2 പ്രാവശ്യം അഹങ്കാരിയാണ് എന്നാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയുന്നത്. പിണറായി വിജയൻ അഹങ്കാരിയാണ്, അല്ല എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ അഹങ്കാരിയും താൻ പ്രമാണിത്വമുള്ള ആളുമാണ് VD സതീശൻ എന്നാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ജോമോൻ പറഞ്ഞു, ഷാജാനെ, നമ്മൾ ഇത്തരുണത്തിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയൊക്കെ ഓർക്കണം. ഉമ്മൻചാണ്ടിയൊക്കെ എത്ര തിരക്കിനിടയിൽ നിന്നാൽ പോലും ഫോൺ വന്നാൽ സംസാരിക്കും, ഫോൺ എടുക്കും, തിരിച്ചു വിളിക്കും. രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സതീശൻ എന്ന് പറഞ്ഞ ഇയാൾ ഫോൺ എടുക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്ത ആളാണ്. അയാളെ സഹായിക്കാൻ വേണ്ടി 16 തവണ ഫോൺ വിളിച്ചിട്ടും അയാൾ ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിച്ചില്ല. അതുകൊണ്ട് അഹങ്കാരിയാണ് ഇയാൾ എന്നാണ് ജോമോൻ എന്നോട് പറഞ്ഞത്.
സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ എന്തുമാത്രം പൊതുപ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി? ഏതെങ്കിലും ഒരു പൊതുപ്രശ്നത്തിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പോർമുഖങ്ങളിൽ ഇയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ PSCയുടെ പിള്ളേർ ഇവിടെ കിടക്കുകയാണ്. അയാളുണ്ടോ? അയാളില്ല. അയാൾ സമരാഗ്നി എന്ന് പറഞ്ഞ ജാഥയിലാണ്. ആ ജാഥയുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അയാൾ ചെയ്യുന്നതാണ് ഹെലികോപ്റ്റർ കയറി പറക്കുകയാണ്. പിണറായി വിജയനെ നാക്കിൻ്റെ ഒരു വശം കൊണ്ട് ഭീഷണി ഹെലികോപ്റ്റർ കയറി എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഇയാൾ അപ്പുറത്ത് ചെന്ന് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇരട്ടത്താപ്പുകാരനും അഹങ്കാരിയും താൻ പ്രമാണിയുമാണ് VD സതീശൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? ഒരു ബോധവും ഒരു ബോധവും ഇല്ലാത്ത ഒരു KPCC പ്രസിഡന്റ് പരസ്യമായി പത്രസമ്മേളനത്തിൽ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു KPCC പ്രസിഡന്റ്. സത്യത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇതിനു മുമ്പ് ഇരുന്നവരൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ സുധീരനായാലും മുല്ലപ്പള്ളി രാമേന്ദ്രനായാലും MM ഹസനായാലും പിന്നെ രമേശ് ചെന്നിത്തലയായാലും തെന്നല ബാലകൃഷ്ണപിള്ളയായാലും ഒക്കെ തന്നെ അവരൊക്കെ എത്രയോ മാന്യന്മാരും പ്രഗത്ഭന്മാരുമായിരുന്നു. ആ സ്ഥാനത്തിരിക്കുന്ന ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു വസ്തുവായി ഈ കെ സുധാകരൻ അധപ്പതിച്ചിരിക്കുന്നു. അയാൾക്ക് അധികാരം മാത്രമാണ് ലക്ഷ്യം. അയാൾ ഇരിക്കുമ്പോൾ ഈ KPCC എന്ന് പറഞ്ഞ സാധനം ദ്രവിച്ച് ഇല്ലാതായി പോവുകയാണ്. ഏറ്റവും അഹങ്കാരിയും താൻ പ്രമാണിയുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ്. ഇവർ രണ്ടുപേരും കൂടെ ഇനി കുറച്ചു കാലം കൂടി ഇരുന്നാൽ കോൺഗ്രസ് മിക്കവാറും അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്നാണ് എനിക്ക് പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും KC വേണുഗോപാലിനെ 2 കൈയും കൂപ്പി നമ്മൾ ഈ പറഞ്ഞ പോലെ അഭിനന്ദിക്കണം, അദ്ദേഹത്തിനൊരു അഭിവാദ്യം അർപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ തലയ്ക്ക് മുകളിലേക്ക് ഈ VD സതീശൻ എന്ന് പറഞ്ഞ ഒരാളെ കെട്ടിയിറക്കിയല്ലോ അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്നോട് വേറൊരു സുഹൃത്ത് പറഞ്ഞത്, ഇയാൾ അഹങ്കാരി, വേറൊരു സുഹൃത്ത് ജോമൻ പറഞ്ഞതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്, ഇയാൾ അഹങ്കാരിയാണെന്ന് ജോമൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയായില്ല. കാരണം അയാളുടെ അഹങ്കാരം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോമൻ അഹങ്കാരി എന്ന് പറയാൻ പാടില്ലായിരുന്നു. അയാളുടെ അഹങ്കാരം കാണിച്ച് നശിച്ചു പോകണമായിരുന്നു എന്ന് വേറൊരു കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് ഈ ജോമോൻ്റെ ഈ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞതായി, ജോമോനോടല്ല വേറൊരാളോട് പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അത്രയ്ക്ക് എതിർപ്പാണ് ഇയാളോട് കോൺഗ്രസിൻ്റെ അണികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ പാർട്ടി, CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി പുഴുത്തു നാറിയ സമയത്ത് തന്നെ അതിനേക്കാൾ കൂടുതൽ പുഴുത്തു നാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പുഴുത്ത് നാറി ചീഞ്ഞളിഞ്ഞ ഈ CPMലേക്ക് ആളുകൾ പോകുന്നതും, പുഴുത്തു നാറി ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് ഈ CPM ചെറുതായിട്ടാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റിൽ ജയിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ 2 ഐശ്വര്യങ്ങളാണ് കെ സുധാകരനും VD സതീശനും എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തെ 2 പേര് അഭിനന്ദിച്ചത്. അതിലൊന്ന് പിണറായി വിജയനും ഒന്ന് ജോൺ ബ്രിട്ടാസുമായിരുന്നു. അവരത് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം അത് ചെയ്തത് എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തോന്നുന്നത്.